ഇതിൽ ഒന്നാമത്തെ ഒരു ചോദ്യം, ഇന്നത്തെ കാലത്ത് പല കുടുംബങ്ങളിലും എക്സ് മുസ്ലിം എന്ന് പ്രഖ്യാപിച്ചും പ്രഖ്യാപിക്കാതെയും വളരെയധികം ആളുകളുണ്ട്. ഇതിൽ പലരും വ്യക്തമായി ഇസ്ലാമിനെ വിമർശിക്കുന്നവരും ഖുർആനികാധ്യാപനങ്ങളെയും സ്വഹാബത്തിനെയും തള്ളിപ്പറയുന്നവരും ആരാധനകളും മറ്റ് പ്രത്യക്ഷ കർമ്മങ്ങളും പരസ്യമായി ഉപേക്ഷിക്കുന്നവരുമാണ്. ഇവരോട് മാതാപിതാക്കൾക്കുള്ള ഉത്തരവാദിത്തങ്ങൾ എന്താണ്? മറ്റു കുടുംബാംഗങ്ങൾ എങ്ങനെ പെരുമാറണം? കുടുംബവുമായി ബന്ധം പുലർത്താത്തവരെ കൂട്ടിപ്പിടിക്കേണ്ടതുണ്ടോ എന്നതാണ്. അപ്പം ഇതിൽ ഒന്നാമത്തെ ഒരു വശം എക്സ് മുസ്ലിംസ് എന്നറിയപ്പെടുന്നതാണ്. സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ ഈ മതം വിട്ടവർ ആണെന്ത് ചെയ്യുക, സ്വയം എക്സ് മുസ്ലിം എന്ന് പരിചയപ്പെടുത്തുക. അപ്പോൾ നിരീശ്വരവാദത്തിലേക്ക് പോയവർ, മതത്തെ തള്ളിക്കളയുന്നവർ, അവരാണ് സ്വയം എക്സ് മുസ്ലിംസ് എന്ന് പരിചയപ്പെടുത്താറുള്ളത്. ആ സ്വയം പരിചയപ്പെടുത്തലിൽ ഒരു പൊളിറ്റിക്സ് ഉണ്ട് ശരിക്കും. നിരീശ്വരവാദികളായ ആരും മുസ്ലിങ്ങളല്ലാത്ത ഇസ്ലാം മതം വിട്ട് നിരീശ്വരവാദികളല്ലാത്ത ആരും എക്സ് ഹിന്ദുക്കളാണ് ഞങ്ങൾ എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് നമ്മൾ? ഇല്ല. കാരണം എന്താ? കാരണം നിരീശ്വരവാദികളിൽ മുസ്ലിങ്ങളെക്കാൾ കൂടുതലുണ്ടാവുക ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ നിന്നാണ്. നമ്മുടെ നാട്ടിൽ ഭൂരിഭാഗം അവരായതുകൊണ്ട്. പക്ഷേ എക്സ് ഹിന്ദുവായ ഒരു നിരീശ്വരവാദി എന്ന് പറഞ്ഞ ആരെങ്കിലും നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ടോ? ഇല്ല. കാരണം എന്ന് വെച്ചാൽ അതിന് മാർക്കറ്റില്ല. അതിന് നിരീശ്വരവാദത്തിനകത്ത് തന്നെ, യുക്തിവാദത്തിനകത്ത് തന്നെ അതിനെന്തില്ല? മാർക്കറ്റില്ല. നിങ്ങൾ ഇസ്ലാം ഉപേക്ഷിച്ചു പോന്നതാണെന്ന് പറഞ്ഞാൽ അതിന് മാർക്കറ്റുണ്ട്. അപ്പോൾ അതിന് മാർക്കറ്റുള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു പ്രയോഗം വരുന്നത് തന്നെ. അപ്പോൾ അതെന്തോ ആകട്ടെ, അങ്ങനെ ഒരു രണ്ടാമത്തെ ഇതിൻ്റെ ഒരു താല്പര്യം എന്ന് പറഞ്ഞാൽ ഇത്തരം ആളുകൾക്ക് മുസ്ലിം എന്ന ഒരു കമ്മ്യൂണിറ്റിക്ക് ഈ രാജ്യത്ത് ഭരണഘടനാപരമായും നിയമപരമായും എന്തൊക്കെ ആനുകൂല്യങ്ങൾ കിട്ടുന്നുണ്ടോ അത് മുഴുവൻ കിട്ടണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. ജോലിയുള്ള സംവരണം എക്സ് മുസ്ലിമിനും കിട്ടണം. അങ്ങനെയുള്ള സംവരണങ്ങളൊക്കെ നമുക്ക് കിട്ടുകയും വേണം. എന്നാൽ മുസ്ലിമായി ജീവിക്കാൻ ഒരുക്കവുമല്ല എന്ന ഒരു നിലപാടിനെയാണ് അതിന് പറയുന്നത്. അത് നമുക്ക് നമ്മുടേതുപോലുള്ളൊരു ജനാധിപത്യ സമൂഹത്തിൽ ഒരാൾ അയാളുടെ സ്വാതന്ത്ര്യം ഉപയോഗിക്കുന്നതാണ്, അയാൾക്ക് ഇഷ്ടമുള്ള ഒരു ജീവിത രീതി സ്വീകരിക്കുന്നതാണ് എന്ന് വെച്ച് നമ്മൾ അംഗീകരിച്ചാൽ തന്നെ അതിനോട് നമുക്ക് സ്വീകരിക്കേണ്ടുന്ന നിലപാട് വളരെ സൂക്ഷ്മമാണ്. ഇതിൽ ചോദിച്ച ചോദ്യത്തിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പ് അത്തരം ആളുകൾ കൃത്യമായി ഞാൻ ഇസ്ലാം മതം വിട്ടിരിക്കുന്നു, എനിക്ക് അള്ളാഹുവിൽ വിശ്വാസമില്ല, ഇസ്ലാം മതത്തിൻ്റെ വിശ്വാസ കാര്യങ്ങളിൽ ഒന്നും എനിക്ക് വിശ്വാസമില്ല, ഇസ്ലാം മതത്തിലെ അനുഷ്ഠാന കർമ്മങ്ങളൊന്നും അനുഷ്ഠിക്കാൻ ഞാൻ സന്നദ്ധനല്ല എന്ന് പ്രഖ്യാപിക്കുന്ന ഒരാളുണ്ടെങ്കിൽ അയാളെ മുസ്ലിം അല്ലാത്ത ആളായിട്ടാണ് പരിഗണിക്കേണ്ടത്. അയാളോടുള്ള എല്ലാ സാമൂഹികമായ ഇടപാടുകളും ഒരു അമുസ്ലിമിനോട് എന്നതുപോലെ തന്നെയാണ് ആകേണ്ടത്. പ്രത്യേകിച്ചും വിവാഹബന്ധങ്ങളിൽ അത്തരം ആളുകളുമായിട്ടുള്ള വിവാഹബന്ധം മുസ്ലിങ്ങൾക്ക് അനുവദനീയമല്ല. ഇത്തരം ആളുകൾ ചിലപ്പോൾ എന്ത് ചെയ്യും, മക്കളെ കല്യാണമൊക്കെ എന്ത് ചെയ്യും, പള്ളിക്ക് വന്നിട്ട് നിക്കാഹിന് കൈ കൊടുക്കുകയൊക്കെ ചെയ്യും. കഴിഞ്ഞാൽ അവർ നേരെ തിരിച്ച് നിലപാട് പറയുകയും ചെയ്യും. ആ പരിപാടി ശരിയാവുകയില്ല. അവർ ഏത് മതമനുസരിച്ചാവണം അവരുടെ വിവാഹ ജീവിതം, അവരുടെ ജീവിതം എന്നാണോ അവർ തീരുമാനിക്കുന്നത് അതിനനുസരിച്ചായിക്കൊള്ളട്ടെ. അപ്പം അതിൽ നമുക്കാകെ ശ്രദ്ധിക്കാനുള്ളത് അത്തരം ആളുകൾക്ക് നമ്മുടെ പെൺകുട്ടികളെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുകയോ, ഇനി അത്തരം സ്ത്രീകളും ഉണ്ടാകാൻ ചിലപ്പോൾ അത്തരം ആളുകളെ വിവാഹം കഴിക്കുകയോ ചെയ്യുന്നത് ശ്രദ്ധിക്കണം. അത് ഇസ്ലാമികമായി അനുവദനീയമായ വിവാഹബന്ധം ആവുകയില്ല. കാരണം ഇസ്ലാമിൽ വിവാഹബന്ധത്തിൽ കുഫു വെക്കേണ്ടുന്ന കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദീനാണ്. ദീനിൽ കുഫു വെക്കണം. അപ്പം ആ കാര്യം ശ്രദ്ധിക്കണം എന്നതാണ് ഒന്നാമത്തെ കാര്യം. ബാക്കിയുള്ള കാര്യങ്ങളിൽ അവർക്ക് അവരുടെ സ്വാതന്ത്ര്യം അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. അതിനെ നമ്മൾ വകവെച്ചു കൊടുക്കുകയും ചെയ്യുക.
ഇന്ത്യയുടേതുപോലെയുള്ള ഒരു സാഹചര്യത്തിൽ ഒരാളെ അയാൾ എക്സ് മുസ്ലിമിനെ നമ്മൾ യഥാർത്ഥത്തിൽ ദീനിന്റെ സാങ്കേതിക ശബ്ദം അനുസരിച്ച് ഒരാൾ യഥാർത്ഥത്തിൽ ഇസ്ലാം സ്വീകരിച്ചതാണെങ്കിൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയാൽ അയാൾ മുർത്തദ്ദാവുക എന്നതാണ് സംഭവിക്കുക. അപ്പോൾ അയാൾ മുർത്തദ്ദാണ് എന്ന് ലേബലൊട്ടിക്കുകയോ അയാൾക്കെതിരെ അതിനനുസരിച്ചുള്ള നിലപാട് സ്വീകരിക്കാനോ ഒന്നും നമുക്ക് ബാധ്യതയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുക. അതേസമയത്ത് ദീന് പ്രധാനമാകുന്ന ഇടപാടുകളിൽ അവരുടെ ദീൻ ഇസ്ലാം ദീൻ അല്ല എന്ന് മനസ്സിലാക്കി വേണം അവരോടുള്ള ഇടപാടുകൾ എന്നതാണ് അതിൽ ശ്രദ്ധിക്കണമെന്ന കാര്യം. ഇനി ഇത്തരം ആളുകൾ മുസ്ലിം കുടുംബങ്ങൾക്കകത്തുള്ള ഒരു പ്രശ്നമാണ് ഇവിടെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പൊ അവരോട് അവരോടുള്ള ബാധ്യത എന്താണ് എന്നാണ് ഒന്നാമത്തെ ചോദ്യം ചോദിച്ചിട്ടുള്ളത്. അപ്പോ മാതാപിതാക്കൾക്ക് മക്കളുടെ ദീനീ കാര്യത്തിലുള്ള ബാധ്യത അയാൾ എക്സ് മുസ്ലിം ആവുമ്പോൾ തുടങ്ങുന്നതല്ല. മാതാപിതാക്കൾക്ക് മക്കളോടുള്ള ബാധ്യത എന്ന് പറയുന്നത് ഒരാണായാലും പെണ്ണായാലും അയാൾ വിവാഹം ആലോചിക്കുന്നത് മുതൽ തുടങ്ങുന്ന ബാധ്യതയാണ്. എപ്പോഴാണ് പിതാവിന് മക്കളോടുള്ള ബാധ്യത തുടങ്ങുന്നത് എന്ന് ചോദിച്ചാൽ ഇസ്ലാമികമായ അതിൻ്റെ മറുപടി താൻ വിവാഹം ആലോചിക്കുമ്പോൾ മുതൽ മക്കളോടുള്ള ബാധ്യത തുടങ്ങുന്നു. ഒരു പിതാവിന് മക്കളോടുള്ള ബാധ്യതകളിൽ ഒന്നാമത്തേതായി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് അൻ യഖ്താറ ലഹു ഉമ്മഹു, തൻ്റെ കുട്ടിക്ക് വേണ്ടി നല്ലൊരു ഉമ്മയെ തിരഞ്ഞെടുക്കുക. അപ്പോൾ വിവാഹാലോചന നടത്തുമ്പോൾ ഞാൻ എൻ്റെ ഒരു ഭാര്യയെ മാത്രമല്ല തിരഞ്ഞെടുക്കുന്നത്, എനിക്ക് അള്ളാഹു അനുഗ്രഹിച്ചാൽ ഭാവിയിൽ എൻ്റെ സംരക്ഷണയിൽ വളർന്ന് വലുതാകാൻ പോകുന്ന എൻ്റെ മക്കളുടെ ഉമ്മയെയാണ് ഞാൻ തിരഞ്ഞെടുക്കുന്നത്. നേരെ തിരിച്ചൊരു സ്ത്രീക്കും ആ കൺസേൺ ഉണ്ടാവണം. എന്നെ തീറ്റിപ്പോറ്റാനുള്ള ഒരു പുരുഷനെയല്ല, ഒരു ഭർത്താവിനെയല്ല ഞാൻ തിരഞ്ഞെടുക്കുന്നത്, മറിച്ച് ഞാൻ പെറ്റുപോറ്റുന്ന മക്കളുടെ ഉപ്പയെയാണ് തിരഞ്ഞെടുക്കുന്നത്. അപ്പം എൻ്റെ മക്കൾക്ക് നല്ലൊരു ഉപ്പയെ കണ്ടെത്താൻ, എൻ്റെ മക്കൾക്ക് നല്ലൊരു ഉമ്മയെ കണ്ടെത്താനുള്ള ബാധ്യതയിൽ നിന്ന് തുടങ്ങും. രണ്ടാമത്തെ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് മാതാപിതാക്കൾക്ക് മക്കളോടുള്ള ബാധ്യതയിൽ രണ്ടാമത്തത് കുട്ടി ജനിച്ചാൽ പിന്നെ നല്ല പേര് വിളിക്കണം എന്നതാണ്. നല്ല പേര് വിളിക്കണം. അതിന് കുറേ അർത്ഥതലങ്ങളുണ്ട്. പലപ്പോഴും നമ്മൾ കുട്ടികൾക്ക് പേര് വിളിക്കുന്നത് തന്നെ, കുട്ടികൾക്ക് നമ്മളിടുന്ന പേര് തന്നെ അവരെ ഇസ്ലാമിൽ നിന്ന് അകറ്റിക്കളയും. പേര് തന്നെ ഒരു അന്യതാബോധം ഇസ്ലാമിനോട് ഉണ്ടാക്കുന്ന സാഹചര്യമുണ്ട്. ആ കുട്ടിക്ക് തോന്നുന്നത് ബാക്കിയുള്ള ആളുകളുടെ കുട്ടികളുടെയൊക്കെ പേര് കേൾക്കുമ്പോൾ എൻ്റെ പേര് മുസ്ലിങ്ങളിൽപ്പെട്ട ഒരാളുടെ പേരല്ല, എൻ്റെ അമ്മയും ബാപ്പിയിട്ട പേരനുസരിച്ച് ഞാൻ ഒരു പൊതുസമൂഹത്തിലെ പേരാണ് എന്ന് തോന്നുന്നത് തന്നെ പ്രശ്നം ഉണ്ടാക്കും. അങ്ങനെയൊക്കെ കുട്ടികൾക്ക് എന്തുണ്ടാവും? ദീനിൽ നിന്ന് അകൽച്ചയുണ്ടാവും. അപ്പോൾ നല്ല പേര് വിളിക്കണം എന്ന് പറഞ്ഞാൽ ഇസ്ലാമികമായ ഒരു ഐഡന്റിറ്റി ഫീൽ ചെയ്യുന്ന പേര് കുട്ടികൾക്ക് വിളിക്കണം മാതാപിതാക്കൾ. അവിടെ ഫാഷനും ട്രെൻഡും നോക്കി പോകരുത്. അതിൽ പ്രാധാന്യം കൊടുക്കേണ്ടത് ആ കുട്ടിയുടെ വ്യക്തിത്വത്തെ ഐഡന്റിഫൈ ചെയ്യുന്ന, പ്രത്യേകിച്ചും അവൻ്റെ മതം ഐഡന്റിഫൈ ചെയ്യുന്ന, അതുകൊണ്ടുണ്ടാകുന്ന പുകിലുകൾ എന്തോ ആയിക്കൊള്ളട്ടെ എന്നതിൽ ധൈര്യം കാണിക്കണം നമ്മൾ. അപ്പോൾ നല്ല പേര് നല്ല അർത്ഥമുള്ള പേര് വിളിക്കണം, അവന് അഭിമാനം കൊള്ളാവുന്ന പേര് വിളിക്കണം, അവനെ ദീനുമായി അറ്റാച്ച് ചെയ്യുന്ന പേര് വിളിക്കണം. ഇത് ബാധ്യതയാണ്. മൂന്നാമത്തെ കാര്യമായിട്ട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഖുർആൻ പഠിപ്പിക്കണം എന്നതാണ്. ഖുർആൻ പഠിപ്പിക്കണം. ഖുർആൻ പഠിപ്പിച്ചാൽ നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ മക്കൾ എക്സ് മുസ്ലിംകളായി മാറുന്നത് തടയാൻ പറ്റും. ഖുർആനെ പഠിപ്പിക്കേണ്ടത് പ്രകാരം പഠിപ്പിച്ചാൽ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ എക്സ് മുസ്ലിംകൾ എന്ന് പറയുന്ന വിഭാഗം ആകർഷിക്കപ്പെടുന്നത് യുക്തിചിന്തയിലേക്കാണ്. അവർ വിചാരിക്കുന്നത് അവരുടേതാണ് യുക്തിചിന്ത എന്നാണ് അവർ തെറ്റിദ്ധരിക്കുന്നത്. പക്ഷേ ഒരു മനുഷ്യൻ, പ്രത്യേകിച്ചൊരു കുട്ടി, അവൻ്റെ ശുദ്ധ പ്രകൃതത്തിൽ
വിശുദ്ധ ഖുർആൻ പഠിച്ചു വളരാൻ സാഹചര്യമുണ്ടായാൽ, ഖുർആന്റെ ശൈലി, നിങ്ങളൊക്കെ ഖുർആൻ ഓതുന്നവരാണല്ലോ, റമദാനിലെങ്കിലും ഒരു ആവർത്തി ഖുർആൻ പൂർത്തീകരിക്കുന്നുണ്ടല്ലോ. ഓതുമ്പോൾ കുറച്ചെങ്കിലും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടല്ലോ നമുക്ക്. ഖുർആന്റെ ശൈലി, ഖുർആൻ എന്തിനെക്കുറിച്ചൊക്കെയാണ് സംസാരിക്കുന്നത് എന്നൊന്നിങ്ങനെ മനസ്സിലാലോചിച്ച് നോക്കുകയാണ്. ഖുർആൻ ചിന്തക്ക് വിഷയീഭവിക്കേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ആവർത്തിച്ച് പറയുന്നത്. വിശുദ്ധ ഖുർആൻ അല്ലെങ്കിൽ ഇസ്ലാം മനുഷ്യന്റെ മേലിൽ ഒരു വിശ്വാസവും എന്ത് ചെയ്യുന്നില്ല, അന്ധമായി അടിച്ചേൽപ്പിക്കുന്നില്ല. നിങ്ങൾ ചിന്തിച്ച് ആലോചിച്ച് ഈ ഭൂമിയിലുള്ള സൂചനകളും ദൃഷ്ടാന്തങ്ങളും അതിനെക്കുറിച്ച് ചിന്തിച്ച് മനസ്സിലാക്കി അള്ളാഹുവിനെ അറിയുക. അന്ധമായൊരു വിശ്വാസവും ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല. യഥാർത്ഥത്തിലുള്ള ബുദ്ധിയും യഥാർത്ഥത്തിലുള്ള ചിന്തയും മനുഷ്യനെ എന്തിലേക്ക് എത്തിക്കും? അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസത്തിലേക്കും യഥാർത്ഥ ദീനിലേക്കും നയിക്കും എന്നതാണ് ഖുർആന്റെ നിലപാട്. നമ്മൾ ഖുർആൻ ഓതുമ്പോൾ ആവർത്തിച്ച് നമ്മൾ കാണുന്നൊരു കാര്യമാണെന്ത്, വായിക്കുന്ന കാര്യമാണെന്ത്, ആകാശത്ത് മേഘങ്ങൾ ഘനീഭവിക്കുന്നു, ആ മേഘങ്ങൾ മഴയായിട്ട് ഭൂമിയിലേക്ക് വർഷിക്കുന്നു, അത് ഭൂമിയിലേക്ക് വർഷിച്ച് ആ വെള്ളം മണ്ണ് നനച്ച് ആ മണ്ണിനടിയിൽ നിന്ന് ചെടികൾ പൊട്ടി മുളക്കുന്നു. ഇതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എന്ന് ഖുർആനിൽ നിരന്തരം എവിടെ ഓതിയാലും ഇതന്നെയാണല്ലോ എന്ന് തോന്നുമാറ് ഖുർആനിൽ ആവർത്തിച്ചു വന്നൊരു കാര്യമാണെന്ത്, മഴ വർഷിക്കുക ഭൂമിയിലേക്ക്, ഭൂമിയിൽ ചെടികൾ പൊന്തുക, കൃഷി ഉണ്ടാവുക. ഇതിനെക്കുറിച്ച് എന്തിനാണ് അള്ളാഹ് ഇതൊക്കെ പറഞ്ഞത്? നമുക്ക് കൃഷി പഠിപ്പിക്കാനാണോ? വെള്ളത്തിന്റെ പ്രാധാന്യം പഠിപ്പിക്കാനാണോ? ഈ ആയത്തുകൾ മുഴുവൻ പരലോക വിശ്വാസത്തെ സ്ഥാപിക്കാനാണ്. നിങ്ങൾ കൺമുമ്പിൽ ഇത് കാണുന്നില്ലേ? ഈ അത്ഭുതം നിങ്ങളുടെ മുമ്പിൽ കാഴ്ചയായി ഒരുക്കുന്ന അള്ളാഹുവിന് നിങ്ങളെ വീണ്ടും പുനരുജ്ജീവിപ്പിക്കാൻ ഒരു പണിയില്ലടോ എന്ന് പഠിപ്പിക്കാനാണ് എന്ത് ചെയ്യുന്നത്? ഖുർആൻ അത് പഠിപ്പിക്കുന്നത്. അപ്പൊ അങ്ങനെ കാര്യങ്ങൾ യുക്തിക്കിണങ്ങും വിധം പറഞ്ഞു തരുന്ന ഒരു ശൈലിയിലാണ് ഖുർആൻ അതിൻ്റെ അടിസ്ഥാന വിശ്വാസ കാര്യങ്ങൾ പോലും സ്ഥാപിക്കുന്നത്. അപ്പൊ യുക്തിയും ബുദ്ധിയും താല്പര്യപ്പെടുന്ന വിശ്വാസവും കർമ്മങ്ങളും അനുഷ്ഠാനങ്ങളും സ്വഭാവ പെരുമാറ്റങ്ങളുമാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് എന്നതൊരു കുട്ടി പഠിക്കും. അത് പഠിച്ചാൽ അവന് അഭിമാനകരമായി എന്ത് ചെയ്യാൻ പറ്റും? ഇസ്ലാമിനെ ഏറ്റെടുക്കാൻ പറ്റും. അതില്ലെങ്കിൽ, ഖുർആൻ അങ്ങനെ നമ്മൾ പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ അവന് യുക്തിചിന്ത വലുതാണെന്ന് തോന്നും. യുക്തിചിന്ത എന്ന് പറയുന്നവരുടെ യുക്തിചിന്ത എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒരു ശരിക്കുള്ള അവസ്ഥ എന്താണെന്ന് വെച്ചാൽ, ഞാൻ കണ്ടതും ഞാൻ കേട്ടതും എൻ്റെ ബുദ്ധി കൊണ്ട് ആലോചിച്ചിട്ട് എനിക്ക് പിടുത്തം കിട്ടുന്നതുമേ ഞാൻ അംഗീകരിക്കുള്ളൂ എന്ന് മാത്രമല്ല, അതിനപ്പുറത്തുള്ളതൊന്നും സത്യമല്ല. ഇതാണ് യുക്തിചിന്ത. യുക്തിവാദം എന്ന് പറയുന്ന എന്ന പേരിൽ എഴുന്നള്ളിക്കപ്പെടുന്ന കാര്യം ഇതാണ്. ഇത് യഥാർത്ഥത്തിൽ വൻ അബദ്ധമാണ്. ഇത് പൊട്ടൻകിണറ്റിലെ തവളന്റെ നിലപാടാണ്. ഞാനീ കാണുന്നതേ ലോകമുള്ളൂ, ഇതിനപ്പുറത്തേക്ക് ആരെന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, ഇതിനപ്പുറത്തേക്കൊരു ലോകമില്ല എന്ന് വിചാരിക്കുന്നത് പോലെ മാത്രമാണത്. അതേസമയത്ത് ശരിക്കും മനുഷ്യൻ ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ എന്താ മനസ്സിലാവുക? ഞാൻ കാണാത്തതിനപ്പുറത്തും ലോകമുണ്ട്, ഞാൻ കേൾക്കാത്തതിനപ്പുറത്തും കാര്യങ്ങളും സത്യങ്ങളും ഉണ്ട്. എൻ്റെ ബുദ്ധിക്ക് ആലോചിച്ചാൽ മനസ്സിലാകാത്തതായും കുറേ യാഥാർത്ഥ്യങ്ങൾ ഈ ഭൂമിയിലുണ്ട്. അത് യഥാവിധം സത്യസന്ധമായി പറഞ്ഞു തന്നാൽ അതിനെ സ്വീകരിക്കുകയും അതിനെ വിശ്വസിക്കുകയും ചെയ്യലാണ് ബുദ്ധി. ഇതുകൂടിയാണെന്ത് ശരിക്കുള്ള ബുദ്ധിചിന്ത, യുക്തിചിന്ത എന്ന് പറയുന്നത് അതാണ്. അതിനപ്പുറത്ത് യുക്തിവാദം എന്ന പേരിൽ നമ്മുടെ മുമ്പിൽ എഴുന്നള്ളിക്കപ്പെടുന്നത് വളരെ പരിമിതമായ സ്വഭാവമുള്ള പൊട്ടത്തരമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതിൽ നിന്ന് മറികടന്ന് ആകാശഭൂമികളെക്കുറിച്ച് ചിന്തിച്ച്, രാപ്പകലുകളെക്കുറിച്ച് ചിന്തിച്ച്, സൂര്യനക്ഷത്രാദികളെക്കുറിച്ച് ചിന്തിച്ച് ഒക്കെ മനുഷ്യന് സത്യത്തിലേക്ക് എത്തിച്ചേരാനുള്ള വഴിയൊരുക്കുക, ഇതാണ് ഖുർആൻ ചെയ്യുന്നത്. അതുകൊണ്ട് യഥാർത്ഥ യുക്തിചിന്തയുടെ വഴി ഖുർആൻ ആവർത്തിച്ച് ആവശ്യപ്പെടുന്ന കാര്യം നിങ്ങൾ ബുദ്ധി ഉപയോഗിക്കണം, ചിന്തിക്കണം എന്നാണ്. ഞങ്ങൾ യഥാവിധം കേൾക്കുകയും യഥാവിധം ചിന്തിക്കുകയും ചെയ്തിരുന്നെങ്കിൽ
നരകവാസികളിൽ പെട്ടുപോകുമായിരുന്നില്ല എന്നായിരിക്കും നരകവാസികൾ നരകത്തിലെത്തിയതിനു ശേഷം പറയാ എന്ന് സൂറത്തുൽ മുൽക്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അപ്പൊ ഇത്തരം ആളുകളുമായിട്ടുള്ള നമ്മുടെ മാതാപിതാക്കൾ എന്നുള്ള നിലക്കുള്ള ബാധ്യതകൾ എന്ന് പറയുന്നത് അത് വളരെ നേരത്തെ തുടങ്ങുന്നതാണ്. അങ്ങനെ നമ്മുടെ കുട്ടികളെ ശിക്ഷണം ചെയ്തു കൊണ്ടുവരുന്നതിൽ നമ്മൾ വിജയിച്ചാൽ ഇത്തരം അനുഭവങ്ങൾ നമുക്കുണ്ടാവുകയില്ല. ഇനി അങ്ങനെ ആയി മാറിയതിന് ശേഷവും അവരെ ഉപദേശിക്കാനും അവരെ നേരായ വഴിയിലേക്ക് കൊണ്ടുവരാനും അവരുമായി സംവദിക്കാനും ബുദ്ധിപരമായിട്ടും ദീനിയായിട്ടും അവരെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാനുമുള്ള ബാധ്യത മാതാപിതാക്കൾക്കുണ്ട്, കുടുംബത്തിലുള്ള മറ്റുള്ളവർക്കുണ്ട്. അവരെ അയിത്തം കൽപ്പിച്ച് മാറ്റി നിർത്തുന്നതിനപ്പുറത്ത് അവരെ ബുദ്ധിപരമായി സ്വാധീനിക്കാനും ദീനിന്റെ വഴിയിലേക്ക് അവരെ തിരിച്ചു കൊണ്ടുവരാൻ എന്തൊക്കെ മാർഗങ്ങൾ അവലംബിക്കാൻ നമുക്ക് ബാധ്യതയുണ്ടോ? അള്ളാന്റെ ദീനിനെ ദഅവത്ത് ചെയ്യാൻ നമുക്കുള്ള ബാധ്യതയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ബാധ്യത നമുക്ക് നിർവഹിക്കാനുണ്ടാവുക സ്വന്തം കുടുംബത്തിൽ തന്നെ ഇത്തരം ചിന്തകൾക്ക് അടിപ്പെട്ട് വഴിതെറ്റിപ്പോയ ആളുകളുണ്ടെങ്കിൽ അവരുടെ കാര്യത്തിലായിരിക്കും എന്നതുമാണ് സൂചിപ്പിക്കാനുള്ളത്. കുടുംബവുമായി ബന്ധം പുലർത്താത്തവരെ കൂട്ടിപ്പിടിക്കേണ്ടതുണ്ടോ എന്നുണ്ട്. മാനുഷികമായൊരു ബന്ധം, കുടുംബ ബന്ധം എന്നൊക്കെ പറയുന്നത് വേറെ ലെവലിലാണ്. അവരെ നമ്മുടെ കുടുംബത്തിലെ കുട്ടികളെയോ മറ്റുള്ളവരെയോ അവരുടെ ചിന്തകൾ സ്വാധീനിക്കാതിരിക്കാനുള്ള ശ്രദ്ധയും കരുതലും നമുക്കുണ്ടാവണം. അതിനപ്പുറത്ത് ഒരാൾ മുശ്രിക്കാണെങ്കിലും ഒരാൾ അവിശ്വാസിയാണെങ്കിലും അയാളുമായിട്ടുള്ള മാനുഷിക കുടുംബ ബന്ധങ്ങൾ പുലർത്താനും അത് സ്ഥാപിക്കാനും ഇങ്ങോട്ട് മുറിച്ചാലും അങ്ങോട്ട് ചേർക്കാനും ഒക്കെയാണ് ഇസ്ലാമിൻ്റെ നിർദ്ദേശമുള്ളത്. കാരണം അങ്ങനെയുള്ള ബന്ധങ്ങളിലൂടെ കൂടി മാത്രമേ അവർക്ക് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കഴിയുകയുള്ളൂ.